अस्सलामुअलैकुम सुबह നമ്മൾ രാവിലെ ദാലിലെ എവിടേക്കാണ് ഗുൽമർഗ് आपका नाम क्या है भैया दानिश नसीर दानिश नसीर वो हमारा ड्राइवर है അങ്ങനെ ഞങ്ങൾ ഗുൽമർഗ് നമ്മുടെ सिटी का नाम क्या है अभी हम चल रहे हैं सर क्या बोलते हैं इसे नौगाम रेलवे स्टेशन की ओर जा रहे हैं अच्छा रेलवे स्टेशन के सारे ഇതിൽ ആ കാണുന്ന മനുഷ്യ കണ്ടില്ലേ അതേട്ട ഡ്രസ്സിൻ്റെ പേരാണ് ഫെറൻ. ഇവിടെ കശ്മീരികൾ തണുപ്പ് കാലത്ത് ഇടുന്ന ഡ്രസ്സാണിത്. രണ്ട് കൈയും ഇങ്ങനെ നീളം കൈ അതിൻ്റെ ഉള്ളിലായിട്ട് കൈ ഉണ്ടാവുക. അതിന് അറിയുങ്ങൾക്ക് നമ്മളിപ്പോൾ പോകുന്നത് ഗുൽമർഗ് ആണ് ഗോണ്ടോള റൈഡിന് വേണ്ടിയിട്ട്. നമ്മുടെ ഡാനിഷ് ഭായ് ഇവിടെ അസ്ലി കശ്മീരിയാണ്. അത് വർഷങ്ങളായിട്ട് ഇവിടെ ടാക്സി ഓടിക്കുന്നുണ്ട്. അത് സ്വന്തം വണ്ടിയാണെന്നാണ് പറഞ്ഞത്, ഉപ്പാൻ്റെ വണ്ടിയാണ്. എല്ലാം റെഡിയാണ്, ഫുൾ സെറ്റ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എർട്ടിഗയാണ് നമ്മളെ വണ്ടി. കുറച്ച് ദിവസം നമ്മളെ കൂടെ മുമ്പിലുണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ദാബയിലാണ്. അതെ, രാജാ ദാബ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്, ബ്രേക്ക്ഫാസ്റ്റ്. രാജാ ദാബ അവിടെ ഫോട്ടോയുടെ രാജാ ദാബ. ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട്സെല്ലാം എത്തിയിട്ടുണ്ട്. എന്താ കഴിക്കാൻ? നല്ല മെനു എടുത്താൽ പൊറോട്ട के साथ क्या है? ബോലോടെ നോക്കി റേറ്റ് നോക്കി പറയും മുത്തളാൻ. റേറ്റ് ചെയ്യുന്നത് കേട്ടോ. ചായക്ക് 25 രൂപ വരുന്നുണ്ട് ഇവിടെ. ബ്ലാക്ക് മസാല ടീക്ക് 25, സാധാരണ ബ്ലാക്ക് ടീ 20. ഇവിടെ വല്ലതുണ്ടോ? ഞങ്ങളിവിടെ പ്ലെയിൻ എന്താ പറഞ്ഞത്, ആലു പൊറാത്ത. നിങ്ങളുടെ ചായ അടിച്ചത് കേട്ടോ. എന്താണ് മേലെ പൊറാത്ത? 4 പറഞ്ഞിട്ടുള്ളൂ. വണ്ടിയിൽ ഇട്ടില്ലേ ആലു പൊറാത്ത. ഇതിക്ക് എന്താ ഉള്ളത്? ഇതിന് അച്ചാറോ? ആലു പൊറാത്ത അച്ചാർ, അച്ചാർ കോമ്പിനേഷൻ. റോട്ടി ആലു പൊറാട്ട കൊള്ളാം, രസമുണ്ടല്ലേ? അച്ചാറിൻ്റെ സാത്ത് നമുക്ക് തിന്നാൻ കാലത്ത് ഞാൻ കാണുന്ന മഞ്ഞുമലയിലേക്കാണ് നമ്മൾ പോണത്. അവിടെയാണ് നമ്മൾ ഗോണ്ടോള റൈഡ് വരുന്നത്. അല്ലേ, നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ട്. ഇത് കശ്മീരി പോലീസുകാരാട്ടോ. ഈ നീല യൂണിഫോം പോലത്തെ ഉള്ളത് കശ്മീരി പോലീസുകാരാണ്. അവിടുത്തെ പോലീസുകാർ, പട്ടാളക്കാർക്ക് വേറെ യൂണിഫോമാണല്ലോ നമുക്കറിയണ പോലെ. ഇതുവരെ യൂണിഫോം ഇവിടുത്തെ, നമ്മളത് കാക്കിയല്ലേ. ഇവിടെ നീല. ഈ ശ്രീനഗറിന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗുൽമർഗിക്ക്. നല്ല രസമുള്ള യാത്രയാണ്. പോകുന്ന വഴിയൊക്കെ നമുക്ക് വലിയ അടിപൊളി നാച്ചുറൽ വ്യൂ കിട്ടുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഗുൽമർഗിക്ക് എത്താനായിട്ടുണ്ട്. അവിടേക്കുള്ള ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ് പോകുന്ന വഴിയിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഓവർടേക്ക് ഇതിങ്ങനെ സൈഡിൽ കൂടെ കയറിയത് പെട്ടെന്ന് വിസിലിൻ്റെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് നമ്മളെ ഡ്രൈവർ ബാക്കൗട്ട് എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് പട്ടാളക്കാരെ വണ്ടി പോകുന്നത്. അത് റിവേഴ്സ് എടുത്തപ്പോഴേ ബാക്കിലൊരു ബൈക്കുകാരാണ്, അവനെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനോട് വർത്താനം പറയണത്. പക്ഷെ നമ്മൾ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പട്ടാളക്കാർ വണ്ടി, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. വലിയ ട്രക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. അത് നമുക്കൊരു ഭയങ്കര കൗതുകമുള്ള കാഴ്ചയാണ് കേട്ടോ. പട്ടാളക്കാർ വണ്ടി വന്നാൽ ഏത് വണ്ടികളായിരുന്നു അപ്പോൾ സൈഡാക്കി കൊടുക്കണം. അതാണ് ഇവിടുത്തെ റൂള്. എത്ര ഉണ്ട്, ഒരുപാട് ലോറികളുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നത്. നല്ല റഷാണ് ഇവിടെ. ഇവരിപ്പോഴും ഇങ്ങനെ ചർച്ചയിലാണ്. പക്ഷേ ആ ബൈക്കിലുള്ള ആൾക്കാർ ചെക്കന്മാരാണത്. നമ്മൾ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല. പട്ടാളക്കാരൻ വണ്ടി പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. എല്ലാവരും സൈഡ് അടുപ്പിച്ച് നിൽക്കണം. ബാക്കിയുള്ള വണ്ടിക്കാരൻ മുഴുവൻ, ഈ പട്ടാളത്തിൻ്റെ മുഴുവൻ വണ്ടികളും പോകുന്നത് വരെ എന്ത് ചെയ്യണം, നമ്മൾ കാത്തിക്കണം. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു സാധനം കാട്ടിയിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി അടുപ്പിക്കണം, എന്നാലേ വണ്ടി പോകുള്ളൂ. ആ വലിയ ട്രക്ക് വണ്ടി കുറച്ചും കൂടി സൈഡൊക്കെ ആക്കണം നമ്മളെ വണ്ടി ഡ്രൈവർ.
അപ്പോൾ ഒരു പോയി നമ്മളെ വണ്ടി എടുക്കുകയാണ്. നമ്മളെ നാട്ടിലേക്കാണ് ഒരു അടി ചെയ്യേണ്ട ടൈം കഴിഞ്ഞാണ്. ഇപ്പോൾ മുന്നിൽ കാണാനുണ്ടോ മഞ്ഞുമല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുൽമർഗിലെ ആ ഗൊണ്ടോള റൈഡിന് വേണ്ടിയിട്ടാണ്, അതായത് കേബിൾ കാർ റൈഡിന്. പക്ഷെ അവിടെ എത്താനായിട്ടുണ്ട്. മുമ്പൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല, നല്ല റഷുള്ള സ്ഥലമാണിത്, നല്ല തിരക്കുണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗുൽമർഗിൽ എത്തിക്കുകയാണ്. ഗുൽമർഗിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാം. സാധാരണ ഇപ്പോൾ നല്ല തിരക്കുള്ള ടൈമാണ്. ഇപ്പോൾ ഏതായാലും വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല. നമുക്ക് പോയത് അങ്ങോട്ട്. ഈ ഗൊണ്ടോള റൈഡിലൊക്കെ ഒരു ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 2 മാസം ഏകദേശം ബുക്ക് ചെയ്യായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഓഫ്ലൈനിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ അവിടെ വരെ റോഡ് സൈഡ് വരെ ക്യൂ ആയിരുന്നു. വീഡിയോസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് കയറാൻ കഴിയില്ല, പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഏറെക്കുറെ നിന്ന്. ആ സമയത്താണ് അറ്റാക്ക് നടക്കുന്നതും ഇവിടെ ടൂറിസം മൊത്തം ബ്ലോക്ക് ആവണതും ആൾക്കാർ ക്യാൻസൽ ചെയ്യണതും. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ആരുമില്ല, തിരക്കില്ല, വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇവിടെയാണ് ഇതിന് എൻട്രൻസ് ഉള്ളത്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നോക്കാം, ഇവിടെയാണ് വെയിറ്റിംഗ് കൗണ്ടർ ഉള്ളത്. ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ മറ്റു മുമ്പൊക്കെ ഈ പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ ഇവിടെ അടുക്കാൻ പറ്റില്ല. ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയാണ്. ടൈം ക്യൂ നിൽക്കണം. ക്യൂ ആണ് നമ്മളെ കൊണ്ടോളേക്കുള്ള ക്യൂ. പക്ഷെ സാധാരണ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ കുറവാണ് ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ മനസ്സിലാവും. പക്ഷെ നല്ല മഞ്ഞുണ്ടല്ലോ, ഫസ്റ്റ് ഫേസിൽ ഒരു മഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത്. പോയോക്കാം. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഗൈസ്. കൊണ്ടോളത്തിന് ക്യൂ ആണ്. പക്ഷേ ആണല്ലേ ഇത് നമുക്ക് ഓഫ് സീസൺ ആണ്, സീസൺ അന്നെടുത്തണം കേട്ടോ. ഉണ്ട് ഉള്ള വെയിറ്റിംഗ് ഫോർ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. സമയം എത്ര ഇപ്പോൾ? ഓൺലൈൻ ടിക്കറ്റിന് ആവശ്യം നിലവിലില്ല. നമുക്ക് ഡയറക്റ്റോട് വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. 1100 രൂപയാണ് ഫേസ് 1ക്ക് വരുന്നത്. സെക്കൻഡ് ഫേസിൽ 2700-500 എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മള് ടിക്കറ്റ് കിട്ടിയല്ലേ അതുകൊണ്ട് കയറാണ്. എങ്ങനെയാണ്, എന്താണ് ടിക്കറ്റ് പിടിച്ചോ? 4 പോടാ. ഒരുപാട് ക്യൂ ഉണ്ട്. പക്ഷെ ക്യൂ വളരെ. ഇതാണ് നമ്മുടെ ഗൊണ്ടോളന്റെ എൻട്രി. നമ്മുടെ എല്ലാവരും റെഡിയാണ് പോവാൻ. ഈ ക്യൂ ഇതിങ്ങനെ നിൽക്കൂല. ഈ സാധനം ഇങ്ങനെ എന്ത് ചെയ്യും, ഇതിങ്ങനെ മൂവ് ചെയ്തോണ്ടേ നിൽക്കും. അതിങ്ങനെ സ്റ്റോപ്പില്ല, ഇങ്ങനെ മെല്ലെ മെല്ലെ. അതിനുള്ളിൽ എന്താണ് ചാടി കയറും. അത് കൂടെ കാരണം ഇത് കുത്തനെ കയറാണ്. ആ വലിയ കയറും. അവിടെ നിന്ന് സ്ലോ ഗിയർ മാറ്റുകയാണ്. അതിങ്ങനെ പോകും. ഇയാളെ ഈ ക്ലാസ്സിൽ എല്ലാവരും വീഡിയോ എടുക്കുകയും എല്ലാവരും വെയിറ്റിംഗ് ആണിത്. കുറച്ച് അടുത്ത കൊണ്ടുള്ള വരുന്നില്ല നമുക്ക് പോകാനുള്ള. നമ്മളെ പൈസാപ്പ് എന്ത് ചെയ്യും, ഇതിങ്ങനെ വരുമ്പോൾ ഓരോ കൊണ്ടോള വരുമ്പോൾ ഇയാളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന ക്ലാസ്. കാരണം എല്ലാവരും വീഡിയോ എടുക്കാനൊക്കെ അവിടുന്ന് വലിയേണ്ടത്. പഠിച്ചോനെ എൻ്റെ കയറുമെന്ന് പോയിട്ടുണ്ട്. ഇവരെ നമ്മൾ കയറുമെന്ന് പോയിട്ടുണ്ട്. ഞാൻ എത്ര കിലോ ഉണ്ട്? 400 കിലോ. ഇതാ നമ്മളെ വണ്ടി വരുന്നുണ്ട് കൊണ്ടുപോകാം. സത്യത്തിൽ നമ്മൾ കയറാണ്ട് ഇതിലൂടെ എന്ത് സാധനം ഇങ്ങനെ കറങ്ങി 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 വരും. ഈ കമ്പിമ്മലാണ് സാധനം. അങ്ങനല്ലേ ഞങ്ങൾ കയറാൻ ഇങ്ങോട്ട് ഞങ്ങളെ കൊണ്ടോളാം. ഒന്നും കാണണ്ടേ, ഞാൻ യൂട്യൂബിൽ കണ്ണും പൂട്ടിട്ടാണ്. അതൊക്കെ തകർന്നു വിടുന്ന തകർന്നു ഇങ്ങനെയുണ്ട് പോവാം.
പട്ടാളക്കാര് കണ്ടോളെ നമ്മളങ്ങനെ മേലക്ക് ഇങ്ങനെ പോകും. മഞ്ഞളെ കാണുന്നത് മക്കളെ. മഞ്ഞ കളിക്കാൻ പോവാം. മഞ്ഞ് നടന്നാൽ നല്ല ഇവിടൊക്കെ മഞ്ഞ ഫുൾ താഴേക്ക്. അപ്പൊ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റേത് കറണ്ട് തോന്നുന്നുണ്ട് സ്റ്റോപ്പായി, മൊത്തത്തിൽ സ്റ്റോപ്പായി. മൊത്തത്തിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ നമ്മൾക്ക് മൊത്തത്തിൽ ഒന്നാമത്തെ വന്നേ ഒരു വീഡിയോ ഉണ്ടല്ലോ കൂട്ടിടിച്ചേ. എന്താ ചെയ്യുന്നിപ്പോ? ഒന്നും ചെയ്യാലോ. നമ്മളെന്താ ചെയ്യുമല്ലേ ഐഡിയ ഒക്കെ ഉണ്ടാവും. എന്ത് ചെയ്യണ്ടേ? ഞാൻ ഇതിൽ ചാടുക. ഇത് മറ്റേ ഇത് തുറന്ന കേട്ടോ, എണ്ണ ജാക്കറ്റ് എമ്പുരാനും പറയും. ആതങ്കവാദികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ സ്റ്റെക്കാക്കി ഗൈസ്. ഇവിടെ നിർത്തി ആട്ടിന് വരുമ്പോൾ ബുള്ളറ്റ് ഇവരെ കാട്ടിൽ വരും, മിസൈലുണ്ട് വരും. തീവ്രവാദിയല്ല, തൂറാൻ പോലാണ്. ഇതിന്റെ വീടിന്റെ ഹൈലൈറ്റ് ഇങ്ങനെ നടന്നു കയറണം. നടന്ന സെക്കൻഡും കയറാൻ പറ്റും. കുതിരകൾ വരും ഇതിൽ കൂടെ. 12 മണിക്കൂർ 12 കിലോമീറ്റർ കയറുന്നു. മനസ്സിലുണ്ടോ കയറാൻ? കുഞ്ഞിമണിക്ക് വർഷമില്ലേ ഹെലികോപ്റ്റർ പോണല്ലേ? അതുപോലെ താഴത്തെ നല്ല നല്ല പൂക്കളെ കാണാം. ഇവിടെ അരുവി, ചെറിയ സ്മോൾ അത് അരുവിയാണോ? അരുവി എന്ന് വിശേഷിക്കപ്പെടുന്ന ശരി. അടിയിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മളൊരു ഹെലികോപ്റ്ററിൽ പോണ ഫീൽ ഉണ്ട്. ആയിക്കൂടെ നമുക്ക് ട്രക്ക് ചെയ്ത് വരാം കേട്ടോ. അവിടെ കണ്ട് നടന്നിരുന്ന ആൾക്കാര് നമുക്ക് ട്രക്ക് ചെയ്ത് വരാം. പിന്നെ നമുക്ക് ഗൊണ്ടോളയിൽ പിന്നെ പട്ടാളക്കാരുണ്ട് കേട്ടോ. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടൈമിൽ വന്ന സേഫ് ആയി. വളരെ വളരെ സേഫ്, വളരെ പ്രൊട്ടക്ഷൻ, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ എല്ലാ സ്ഥലത്തും വേറൊന്നും പറയാണ്ട്. ഇവിടെ പൂക്കളുണ്ട്, നല്ല മരങ്ങളൊക്കെ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല രണ്ട് മലകളാണ്. ആദ്യത്തെ മലയാണ് ഫേസ് 1. പക്ഷെ ഫേസ് 1 ഇപ്പം മഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഫേസ് 2ക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ അഡീഷണൽ പൈസ കൊടുക്കണം. 1200 1600 രൂപ കൊടുക്കേണ്ടതാണ് അഡീഷണൽ. അപ്പോഴാണ് നമുക്ക് മേലേക്ക് കയറാൻ പറ്റുക. ഈ ചുവന്ന കൊണ്ടോളയിലാണ് സെക്കൻഡ് ഫേസ് പോയത്. ഇതിനാണ് മഞ്ഞുള്ള മലയാണ് അവിടെ. ഹലോ ഗൈസ്, ഞങ്ങളിത് വന്നുകൊണ്ടൊക്കെയാണ്. ജയ് ഹിന്ദ്. മലയാളിയാണ്. ഞാൻ കേട്ടില്ല. ഇവരോട് നാട് എവിടെയാണ്? പാലക്കാടിലോ. പേരെന്തേനു സാർ? ശരി. ഇവിടെ എത്ര വീഡിയോ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കണ്ടിട്ടുണ്ട്. പാലക്കാടിന് വെരി സന്തോഷം, വെരി പ്രൗഡ്. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പറഞ്ഞാൽ പ്രൗഡാണല്ലോ നമുക്ക്. എനിവേ അക്ഷയ് സാർ കണ്ടിട്ടുണ്ട് നമുക്ക്. സോ ഫീൽ പ്രൗഡ്. ഇത് നമുക്ക് ഉണ്ടാവും. കാണി മക്കളെ കാണി. കാണടാ. Oh my God. Mashallah, subhanallah. ഇതില്ലേ മഞ്ഞ്. I'll show you this. Amazing, mashallah. Oh my God. Okay. ഒരു രക്ഷയില്ല, മാഷാ അല്ലാ. മഞ്ഞ് നോക്കി.
കാണിച്ചാൽ പാലക്കെട്ടുമ്പോൾ കൂടെ ഇങ്ങനെ കയറി ഇവർക്ക് മഞ്ഞക്കട്ടകളുണ്ട്, ചളികളുടെ മഞ്ഞക്കട്ടകളെന്നുള്ളൂ. ഓ മൈ ഗാഡ്, ഈ പാറ ഞാൻ കയറി ചെല്ലുന്നത്. അയ്യോ, ഓ മൈ ഗാഡ്, പൊന്നെ നോക്കി. കാണുന്നുണ്ടോ? പോയി ചെന്നിട്ടാ ഇതല്ലേ അല്ലേ. മറ്റേ ഇപ്പം ആരും കാശ്മീർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറിപ്പോരി. നല്ല മഞ്ഞുണ്ട്. ഫേസ് 2 പൊളിയാണ്, അടിപൊളിയാണ്. ഇപ്പോൾ വന്നാലും മുതലാവശ്യം നല്ല സെക്യൂരിറ്റി ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടേക്ക് വരണേ യാതൊരു ആരെങ്കിലും ബുക്ക് ചെയ്തിരിക്കരുത് ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ ഉണ്ട്, മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഡോണ്ട് വറി, ധൈര്യമായിട്ട് വന്നോളേ. കണ്ടില്ലേ മഞ്ഞാണ്. സെക്കൻഡ് ഫേസിലാണെന്നുള്ളത്, ഫസ്റ്റ് ഫേസിൽ അധികം മഞ്ഞില്ല. നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഫേസിൽ നല്ല മഞ്ഞും അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ടിക്കറ്റ് ക്യാൻസൽ ആക്കണം മക്കളെ, അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, ഇതാ ഞങ്ങളുടെ കൂടെ ടീമുണ്ട്, കണ്ടില്ലേ. ടിക്കറ്റ് ആരും ക്യാൻസൽ ആക്കരുത്, മലയാളികളാണ്. വയനാട്ടിൽ നിന്ന് DVSP സാറുണ്ട് ഞങ്ങളുടെ കൂടെ, ഇവിടെ ഉണ്ട്, കാണണ്ടേക്കുമല്ലോ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ചായക്ക് 100 രൂപയാണ് കേട്ടോ. അതുപോലെ വെള്ളത്തിന് 50, 100 ആ ലെവലിലാണ് വെള്ളത്തിന്. ഭയങ്കര റേറ്റാണ്. ഈ ഒരു മേലെത്തുമ്പോൾ റേറ്റ് കൂടുന്നത് നന്നായിട്ട്. ഉയരം കൂടുമ്പോൾ ചായൻ്റെ പൈസയും കൂടുന്നുണ്ട്, ടേസ്റ്റ് മാത്രമേ. ചാട വാ മോള ആമിറ മോള റെഡാ മോള വാ യെസ്, ഈ ഒരു നിമിഷത്തിലായിരുന്നു കാത്തിരുന്നത്. -2 ഡിഗ്രി സെൽഷ്യസ്. അതെ, ആബിയുടെ കുപ്പായം വായിച്ചിട്ടിരിക്കുന്നു. ചാട് വിക്കടാ സൈസിലേക്ക്, ബാക്കിലേക്ക് പോട്ടെ. ഓക്കെ, എടുത്തോ, പോട്ടെ. 1 2 3 സ്റ്റാർട്ട്. മോള चलो खेचो Yes, we have a snowman here. Yeah. Kilo matte. ഗുൽമർഗിലാണ്. Okay, thank you. Hello guys, we are making snowman. ഗുൽമർഗിലേ എന്താ കിലോ എന്താ വില? ഇതെന്താ സൈസ് എന്താ വില? 1 കിലോ 30, 2 കിലോ 50. ഫ്രഷ് ചാലയത്തുനിന്ന് നേരിട്ട് പിടിച്ചാട്ടാ. കൊണ്ടോട്ടി പേരെന്താണ്? അമീർ മൈൻ. മൂക്കനൈസ് അമ്മ
അരുൺ പോരിട്ട നല്ല ചപ്പീറ ചേമ്പ മാറ്റിക്കല അതെ അവിടെ കൊണ്ടുവന്നിട്ടേക്കാ അതിൽ വെച്ച് ഓണാക്കിട്ട് ലവ് ഓക്കെയാണോ നോക്കിയാ എന്നിട്ട് സിപി എടുക്കുക അല്ലെങ്കിൽ വേണ്ട ആരാ നിക്ക് ഒന്ന് കറങ്ങി അല്ലേ ഒന്ന് ആംഗിൾ മാറ്റി പിടിച്ച് അതായത് കുറച്ച് വിട്ടെടുക്കും കറങ്ങിയാ മതി ഇങ്ങോട്ട് ഇവിടെ കാണിക്കും